ഏ മിസ്റ്റർ, വീട്ടിനകത്ത് കയറി വന്ന് തെമ്മാടിത്തരം കാണിച്ച് വെറുതെ വിടുന്നു കരുതണ്ട. കൊരയ്ക്കുന്നോടി നീ. ആദ്യം നീ ഇറങ്ങും വെളിയില്. കഴുത്തിന് പിടിച്ച് തള്ളട ഇവിടെ. ഇങ്ങോട്ട് വാടി. അതെ. എന്റെ പെങ്ങളെ മേൽ കൈവയ്ക്കാൻ ഇനി ആർക്കട ധൈര്യം? ഒരുത്തനെ കൊന്ന് ജയിലിൽ പോയവനാ ഞാൻ. ഇനി 2 or 3 ജീവനെടുത്താലും ഈ ജയനെ എല്ലാം ഒരുപോലെയാ. ഇറങ്ങട പുറത്ത്. നിക്ക്. നേതാവ് അങ്ങനെ അങ്ങോട്ട് പോയാലോ? കല്യാണം കൂടി രജിസ്റ്ററിൽ സാക്ഷിയായി ഒപ്പിട്ട ശേഷം പോയാ മതി. ഞങ്ങൾ എന്താണ് വേണ്ടത്? നിക്കണോ പോണോ? കല്യാണം നടക്കണം, നടന്നേ പറ്റൂ. ചെല്ലുമോളെ. നീ എന്താ അമ്മുക്കുട്ടിയെ സ്കൂളിൽ ചേർക്കാത്തെ? 1 കൊല്ലം നഷ്ടപ്പെട്ട് നിൽക്കുക അമ്മുക്കുട്ടി. ഇപ്പോഴെങ്കിലും സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ കുഞ്ഞിന്റെ ഭാവി എന്താകും പ്രദീപ? ഞാൻ ശ്രമിക്കാഞ്ഞിട്ടോ വിചാരിക്കാഞ്ഞിട്ടോ അല്ല. ശ്യാമിൻ്റെ സഹായമില്ലാതെ അമ്മക്കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ഒന്നാമത് ബാംഗ്ലൂരിൽ നിന്ന് TC വാങ്ങണം. അവരുടെ ജനന സർട്ടിഫിക്കറ്റ് പോലും എൻ്റെ കയ്യിലില്ല. അയ്യോ, അപ്പോ ഒരു കാലത്തും കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ പറ്റത്തില്ലയോ? ശ്യാം ഇക്കാര്യത്തിൽ ഒരു സഹായം ചെയ്യല്ല, അത് ഉറപ്പാ. ഈ ഉയർന്ന നിലയിൽ ആരെങ്കിലും ശ്രമിച്ചാൽ നടക്കത്തില്ലേ പ്രദീപ? ഈ വിദ്യാഭ്യാസ സെക്രട്ടറിയോ മന്ത്രിയോ അങ്ങനെ ആരെങ്കിലും? ഇനി അങ്ങനെ എന്തെങ്കിലും വഴി നോക്കിയേ പറ്റൂ. അല്ലെങ്കിൽ അമ്മക്കുട്ടിയുടെ അവസ്ഥ കോടതിയിൽ ബോധ്യപ്പെടുത്തി സ്പെഷ്യൽ കോർട്ട് ഓർഡർ വാങ്ങണം. പക്ഷേ അതിനൊക്കെ സമയമെടുക്കും. സമയമെടുത്താൽ ശരിയാവത്തില്ല. സ്കൂൾ തുറക്കാറായി, അഡ്മിഷനൊക്കെ കഴിഞ്ഞ അവസ്ഥയാ. ഇനിയും താമസിച്ചാൽ പറ്റത്തില്ല പ്രദീപ. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ പപ്പാ? ചെയ്യണം. സ്വന്തം കുഞ്ഞിന് വേണ്ടി ഇത്തിരി സാഹസമൊക്കെ കാട്ടണം. അത് ഞാൻ വേണമെങ്കിൽ ശ്യാമിൻ്റെ ഒരു പഴയ ഫയല് തപ്പിയാൽ കിട്ടും. ഒരു കള്ള പവർ ഓഫ് അറ്റോർണി ഉണ്ടാക്കി കുഞ്ഞിൻ്റെ സകല ഉത്തരവാദിത്തങ്ങളും 2 കൊല്ലത്തേക്ക് എന്നെ ഏൽപ്പിച്ചതായിട്ട് വരുത്തണം. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെറിയ ഒരു തെറ്റ് അതാവാം. അത് ഞാൻ ശ്രമിച്ചു നോക്കാം. വെറുതെ ഒരു ശ്രമം പോരാ, ജയിക്കും എന്നുള്ള വാശിയോടെ വേണം ശ്രമിക്കാൻ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുക. കള്ളത്തരാണെന്ന് ബാംഗ്ലൂരിലെ സ്കൂളിലെങ്ങാനും മനസ്സിലായ പ്രദീപിനെ പോലീസ് പിടിക്കത്തില്ലയോ? എന്നാ അമ്മുക്കുട്ടി സ്കൂളിന്റെ പടി ചവിട്ടാതെ വീട്ടിൽ തന്നെ ചടഞ്ഞിരുന്നോട്ടെ. അയ്യോ, അതൊന്നും പറ്റുകയില്ല. അതും പറ്റുകയില്ല, ഇതും പറ്റുകയില്ല. എന്നാ ഞാൻ പോവാം ബാംഗ്ലൂർക്ക്. എന്താ? വേണ്ട, ഞാനത് സാധിക്കും. അമ്മുക്കുട്ടി ഈ വർഷം തന്നെ ഞാൻ സ്കൂളിൽ ചേർത്തിരിക്കും. എനിക്ക് ഇത്തിരി പണം കൂടെ വേണമായിരുന്നു. കഴിഞ്ഞ 2 തവണയായി നിന്റെ പേരിൽ ബാങ്കിലിട്ടിരുന്ന പണം നീ എങ്ങനെ ചെലവാക്കി? അറിയാലോ, ഞാൻ ആകെ കടത്തില്ല. പുതിയൊരു ജോലിയോ ബിസിനസ്സോ ഒന്നും ആയിട്ടില്ല. അതുവരെയുള്ള അമ്മുക്കുട്ടിയുടെ കാര്യങ്ങൾ. നിന്റെ അക്കൗണ്ടിൽ കുറച്ച് പണം കൂടെ ഞാൻ ഇട്ടോളാം. പിന്നെ എല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ വേണം. ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എന്നാ ഞാൻ പണം ഊറ്റാൻ വേണ്ടി അമ്മുവിനോട് പ്രദീപ് കള്ളസ്നേഹം കാണിക്കുകയാണോന്നാ എനിക്ക്. ഏയ്, അമ്മുന്റെ സ്വന്തം അപ്പനല്ലയോ പ്രദീപ്? അതും ഇതും ഓർത്ത് മനസ്സ് വെറുതെ നോവിക്കണ്ട.
എന്താ ഏട്ടാ? എന്താ ഏട്ടനൊരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല മോളെ. മുഖം മനസ്സിന്റെ കണ്ണാടി എന്നുള്ള ചൊല്ല് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ആളാ ഏട്ടൻ. കള്ളം പറയാനോ അഭിനയിക്കാനൊന്നും ഏട്ടൻ അറിയില്ല. പിന്നെ എന്തിനാ വെറുതെ? പറ, എന്താ ഏട്ടാ പ്രശ്നം? അല്ല, കൂടുതൽ ആലോചിച്ചപ്പോ ആലോചിച്ചപ്പോ ഇത് നിനക്ക് ചേരുന്ന ബന്ധാണോന്ന് ഏട്ടനൊരു സംശയം. മേനോൻ സാറിന് നിന്നേക്കാൾ പ്രായക്കൂടുതലില്ലേ? എന്റെ ഏട്ടാ, വയസ്സിൽ എന്തിരിക്കുന്നു കാര്യം? ജയിലിൽ വെച്ച് ഞാൻ ഏട്ടനോട് പറഞ്ഞതൊക്കെ മറന്നുപോയോ? പണമില്ലാത്ത അവസ്ഥ, നമ്മളെ വലിച്ചെറിഞ്ഞ പടുകുഴിയിൽ നിന്ന് കയറിപ്പോരാൻ എനിക്ക് കിട്ടിയ ഏണിപ്പടിയാ ഗോവിന്ദേട്ടൻ. GK-യുടെ ഭാര്യ പദവി, അതിന്റെ അന്തസ് ഞാൻ മറ്റെന്ത് ചെയ്ത് പണം ഉണ്ടാക്കിയാലും കിട്ടുവേട്ടാ. നിനക്ക് ഇതില് സന്തോഷാണോ മോളെ? 100% സന്തോഷിക്കും. ഒന്ന് കാലുറച്ചു കഴിഞ്ഞാൽ നമ്മളെ ചവിട്ടി തേച്ചവരുടെ നേരെ ഞാൻ തിരിയും. അപ്പോഴാ എനിക്ക് ഏട്ടന്റെ സഹായം കൂടുതൽ വേണ്ടത്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഒരു ലക്ഷ്യം മാത്രമേ ഞാനിപ്പോ പറയാം. വീണ സുധീഷ്. എന്തൊക്കെയോ ചതിയിലൂടെ അവൾ എന്റെ സുധീഷിനെ തട്ടിയെടുത്തു. അതിന് മാപ്പില്ല. ഭൂമിയിൽ ഒരു നരകം തീർത്ത് അവളെ അതിലേക്ക് തള്ളിയിടിഞ്ഞാൻ. തിളച്ച എണ്ണയിൽ വീണ് പിടയുന്ന അവളെ കടിച്ചു കീറാൻ ക്രൂര മൃഗങ്ങളെ ഇറക്കി വിടിഞ്ഞാൻ. അവള് നശിക്കുന്നത് കണ്ട് സന്തോഷിക്കണോ എനിക്ക്? ഉറങ്ങുവന്നോ? ആ അതെ, അമ്മുക്കുട്ടിയുടെ വിവരമൊന്നും അറിഞ്ഞില്ല. ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരിക്കുകയായിരുന്നു കൊച്ചേ. എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ ഇങ്ങോട്ട് വിളിക്കണമെന്ന് പ്രത്യേക ഏർപ്പാട് ചെയ്താ ഞാൻ വിട്ടിരിക്കുന്നേ. ഇതുവരെ വിളിച്ചില്ലല്ലോ അവള്. എന്താ അതിന്റെ അർത്ഥം? അമ്മുകുട്ടിക്ക് അവിടെ സന്തോഷമാണെന്നാ. അച്ഛാ, ചിന്നു പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഏ? അവക്ക് കരുമന്റെ അടുത്തേക്ക് പോണത്രേ. ഈ അവസ്ഥയിലോ? മിണ്ടാതെ അടങ്ങിയിരിക്കാൻ പറയാം അവിടെ. വരുന്നുണ്ട്, അച്ഛൻ തന്നെ നേരിട്ട് പറ. ആ ചിന്നു, എന്ത് തോന്നിവാസാ നീ കാണിക്കുന്നേ? അപ്പാപ്പ, എനിക്ക് കരിമ്പിനെ കാണണം. കരുമനെ ഇങ്ങോട്ട് വരുത്താം, അല്ലാതെ ഈ അവസ്ഥയില് കാട്ടിലേക്ക് വലിച്ചു കയറി പോകേണ്ട കാര്യമുണ്ടോ? കരിമ്പൻ വരത്തില്ല അപ്പാപ്പ. കേശുമാമനെ അപ്പാപ്പൻ അയച്ചതല്ലേ, എന്നിട്ടും വന്നില്ലല്ലോ. എനിക്ക് കരിമ്പനെ കാണാതെ പറ്റത്തില്ല. ഞാൻ അവിടെ പ്രസവിച്ചോളാം. എന്റെ കൊച്ചെ, ഇത് എന്നാ വർത്തമാനായി പറയുന്നേ? കാര്യങ്ങൾ നേരെ അല്ലാത്തത് കൊണ്ടല്ലയോ കൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നേ. ആ, കുഞ്ഞിനും നിനക്കും അപകടം വരുത്തി വെക്കാനാണെങ്കിൽ നീ പൊയ്ക്കോ. മിണ്ടാതിരിക്കേ. ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുന്നത്? പിന്നെന്താ ഇവക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? എത്ര വട്ടം ഞാൻ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഒരേ പല്ലവിയാ കരിമൻ കരിമെന്ന്. ഈ അവസ്ഥയിൽ അനങ്ങാൻ പാടില്ല ഇവള്. എന്നിട്ടാ മല കയറാൻ പോന്നെ. ഞാൻ ചത്തോട്ടെ, എന്നാലും എനിക്ക് കരിമ്പന്റെ അടുത്തേക്ക് പോണം. അപ്പാപ്പൻ പറഞ്ഞാ എന്റെ കുഞ്ഞനുസരിക്കത്തില്ലേ? കരുമനെ ഞാൻ കൊണ്ടുവരാ ഇവിടെ. നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അവൻ ഞങ്ങളോടൊക്കെ പൊറുക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അവൻ വരും. മോളെ, നീ നേരിട്ട് ചെല്ല്. ഇവളുടെ അവസ്ഥ നീ നേരിട്ട് പറഞ്ഞാലേ കരുമന് ബോധ്യാവൂ. അച്ഛാ, ഞാൻ അച്ഛനാ പറയുന്നത്. ഇവക്ക് വേണ്ടി നീ പോണം, എന്നിട്ട് അവനെയും കൊണ്ട് നീ വരാവൂ. കുഞ്ഞേ, നിങ്ങളുടെയൊക്കെ സുഖവും സന്തോഷമേ എനിക്കിനി വേണ്ടു. നീ സുമംഗലിയായി കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചു. കരുമനെ നീ എത്ര തവണ തള്ളിപ്പറഞ്ഞു. നിനക്ക് വേണ്ടി വരണമാല്യം ഒരുക്കി കാത്തിരുന്ന നിന്റെ അച്ഛനെ നീ ജയിലിലേക്ക് പറഞ്ഞയച്ചില്ലേ? അപ്പോഴും
നിന്റെ അപ്പാപ്പൻ നിന്റെ കൂടെ തന്നെ നിന്നു. ഇപ്പോഴും ഞാൻ പറയുക, നീ പോയാൽ നിന്നോടൊപ്പം ഈ അപ്പാപ്പനും കാട്ടിലേക്ക് വരും. വേണ്ട അപ്പാപ്പ, സുഖമില്ലാത്ത അപ്പാപ്പൻ ഇനി എങ്ങും പോണ്ട. ഉം. ഞാനിവിടെ നിന്നോളാം. പക്ഷെ കരിമ്പനെ പാർവതി കൊച്ചമ്മ വിളിച്ചാൽ വരാതിരിക്കില്ല. ഉം. എടാ കരുമാ, എടാ കാട്ടുമാക്കാനെ, വേഗം ഇറങ്ങാൻ നോക്ക്. ദൂരം കൊറേ ഉണ്ട്. നേരെ ഇരുളും മുമ്പ് അങ്ങ് എത്തണം. ഓ എടാ ആ കാശ് നീ എവിടെ വെച്ച്? ദാ ഈ സഞ്ചിക്കകത്തുണ്ട്. ഇത് മുത്തി തന്നെ പിടിച്ചോ. എടാ ചെന്ന് വാതിലടച്ചേ. എടാ കരുമാ, എന്തോ നീരേറ്റില്ല ഡാക്ടർ കൊച്ചല്ലേ ആ വരണേ? ആണല്ലോ. മുത്തി എന്റെ ചിന്നുന് എന്താ എന്താ ഡോക്ടർ ചിന്നുന്? ഏയ്, ചിന്നുന് ഒരു കുഴപ്പമേ ഉള്ളൂ. കരിമനെ കാണാത്തതിന്റെ കുഴപ്പം. എന്റെ ഡാക്ടറെ, ഇവനോട് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. കുഴിയാനെ പോലെ ഓരോ ദിവസവും പുറകോട്ടാ. ഇനി ഏതായാലും അത് പറ്റില്ല. പ്രസവം ഉടനെ ഉണ്ടാവും. കരിമൻ അങ്ങോട്ട് വരാത്തോണ്ട് ചിന്നുന് ഒരേ വാശി, തിരിച്ചിങ്ങോട്ട് തന്നെ പോരുന്നു. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങോട്ട് വന്നാ എന്താവുന്ന കരിമൻ അറിയാലോ. ഇങ്ങോട്ട് വന്നാൽ എന്താ, ഞാൻ പേരെടുക്കും, അത്ര തന്നെ. നിങ്ങളൊക്കെ സൂചി കുത്തി വെച്ച് നടത്തണ കാര്യം ഞാൻ ഈ കൈ കൊണ്ട് നടത്തും. ഇരുവണ കെട്ടി കയറി പിടിച്ച് പേറ്റുകാരി ഇരുന്നാലേ മുത്തി ഒന്നും മിണ്ടായിരി. സാരില്ല. ഒരു നിവൃത്തിയില്ലാണ്ട് വന്നപ്പോഴാ കരിമനെ കൂട്ടിക്കൊണ്ട് ചെല്ല ഞാൻ തന്നെ വന്നത്. എന്റെ പേഷ്യന്റ് മാത്രമല്ലല്ലോ ചിന്നു, എന്റെ ഏട്ടന്റെ മകളല്ലേ. പോരാത്തതിന് അച്ഛനെ ജീവന ചിന്നുനെ. അറിയാം, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങായിരുന്നു ഡോക്ടറെ. എന്നോട് ക്ഷമിക്കണം. ചുമ്മാ ഡോക്ടറെ മല ചവിട്ടിച്ചു ഞാൻ. അതൊന്നും സാരില്ല. എന്നാ ഇറങ്ങും മുത്തി. അല്ല, മുത്തിയമ്മ എന്തിനാ വരുന്നേ? അല്ലേ ഡോക്ടർ എന്നാ ചോദ്യാ ചോദിക്കണേ? ഞാൻ വരാണ്ട് ചിന്നുവിന്റെ പേര് നടക്കോ? അത് മുത്തിയമ്മ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാ ചിന്നുന് വിഷമുള്ളത് കൊണ്ട് ചിലപ്പോ സിസേറിനൊക്കെ വേണ്ടിവരും. മുത്തിയമ്മ അങ്ങോട്ട് വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ഇടയ്ക്ക് എന്താ ഒരുമാതിരി പറഞ്ഞത്? സിസേറിയൻ എന്ന് വെച്ചാ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുക്കുന്ന രീതി. എന്റെ മലങ്കളിയമ്മേ, ഞാൻ എന്താണപ്പ ഈ കേക്കണേ? വയറ്റ് കണ്ണിയുടെ വയറ് കീറാനാ? എടാ കരുമ, ഇപ്പൊ തന്നെ ചിന്നുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. അല്ലെങ്കിൽ നിന്റെ കെട്ടിയോള നിനക്ക് ജീവനോടെ തിരിച്ചു കിട്ടുകയല്ല. മുത്തിയമ്മേ, ഇത് ആശുപത്രിയിലൊക്കെ സാധാരണ ചെയ്യുന്നതാ. ആദിവാസിയൊക്കെ പറഞ്ഞതാണോടാ ഇതൊക്കെ? കരിമം വരുന്നുണ്ടെങ്കിൽ വാ. ചിന്നുനെ ഓർത്താ ഇത്രയൊക്കെ ഞാൻ ചെയ്തേ. ഇനിയിപ്പോ വിവരമില്ലാത്തവർക്ക് വിവരം കൂടി ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഡോക്ടർ എന്താടാ പറഞ്ഞിട്ട് പോയേ? എനിക്ക് വിവരമില്ലെന്നോ? എല്ലാരും കൂടെ ഇങ്ങനെ തുടങ്ങി ഞാൻ എന്താ ചെയ്യണ്ടേ? ആരോട് എന്താ എങ്ങനെ പറയേണ്ടത് മുത്തിക്ക് ഒരു വിവരവുമില്ല. മുത്തി അവര് വലിയ പഠിപ്പും പത്രസമുള്ള ഡോക്ടറാ. എന്നാ നീ എന്നെ പള്ളിക്കൂടത്തിൽ കൊണ്ടിരുത്തണം. അവന്റെ ഒരു പഠിപ്പും പത്രാസും. ഞാനിപ്പോ എന്താ വേണ്ടേ? നീരേറ്റിലേക്ക് പോണോ അതോ ഇതൊക്കെ വലിച്ചെറിയണോ? പോണം. കൂടെ ഞാനും ഉണ്ട്. ചിന്നുവിന്റെ പേര് ഞാൻ എടുക്കും. വയറ് കീറി കൊച്ചിനെ എടുക്കും പോലും. മുത്തി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കുകയല്ലടാ. എങ്കി പേരെടുത്തിട്ട് തന്നെ കാര്യം. നീ വാടാ കരിമ. അഞ്ചോ, അവൻ റെഡിയായില്ലേ? വരുന്നു. ആ, നമുക്ക് പോവാം. മോള് വാ. അയ്യോ എന്റെ ബാഗ്. അമൽ,
ഇത് കീറിയ നീയാണോ? അതെ. എടാ, നിങ്ങൾ അയ്യോ നിർത്ത് തെമ്മാർത്തം കാണിക്കുന്നു. എന്തിനു മോനെ നിന്റെ ദേഷ്യം ബാഗിനോട് കാണിക്കുന്നേ? അത് കയറി അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? വേലക്കാരി പെണ്ണ് എന്റെ കൂടെ പഠിക്കണ്ട. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. അടിച്ചിന്റെ മതി. ഇപ്പൊ കൂടുന്ന പ്രദീപേട്ടനാ. എന്റെ കണ്ടീഷനൊക്കെ മറന്നുപോയോ? എനിക്ക് ബാഗ് വേണ്ട അങ്കിൾ. പുസ്തകങ്ങൾ ഞാൻ കൈ പിടിച്ചോളാം. അതാ മോളെ നല്ലത്. ബാഗും സഞ്ചിയൊന്നും ഇല്ലായിരുന്ന കാലത്തെ പിള്ളേര് പഠിച്ചിട്ടില്ലേ? വേണമെങ്കിൽ ഒരു ബിഗ് ഷോപ്പർ എടുത്തോ. ബിഗ് ഷോപ്പർ നീ കൊണ്ടുപോയാ മതി. അങ്കിള് നാളെ വേറെ വാങ്ങിച്ചു തരാം കേട്ടോ മോളെ. അത് ഞാൻ കേറി. ആ, പോകാൻ ലേറ്റ് ആയില്ലേ? ശരി, രണ്ടാളെ കൊണ്ടുവിട്ടിട്ട് വേഗം വാ. എനിക്ക് ചിലത് പറയാനുണ്ട്.